ചാനലിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് സുലക്ഷ്മി. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം, ഇതിപ്പോൾ ഏകദേശം നൈറ്റ് ആയിട്ടുണ്ട്. ഇതൊരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നൈറ്റ് ഷൂട്ട് ചെയ്താണ്. വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, ലൈറ്റിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ട്. അപ്പം എനിവേ ഞാൻ രാത്രി ഇത് ഷൂട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ വീഡിയോസ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇൻട്രോ എടുക്കാൻ എന്തായാലും ഞാൻ ചിലപ്പോൾ എടുക്കുന്നുണ്ടാവില്ല. കാരണം മിക്കവാറും തിരക്കും ഒക്കെ ആയിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റലുണ്ടാവില്ല, പ്രത്യേകിച്ച് ഇൻട്രോ. അങ്ങനെയാണ് അധികം എനിക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ പിറ്റേ ദിവസമായിട്ടോ, ഞാൻ ഇൻട്രോ എടുത്ത് ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസം രാത്രിയായിരുന്നു എന്ന്. അപ്പം ഞാൻ പിറ്റേ ദിവസം ഏകദേശം ഒരു 11:30-12 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതെന്ന് പറയണത് ഞങ്ങൾക്ക് ഈ ഒരു ഡേൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾക്ക് ഒരു ഓണം സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു തിരുവാതിര പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രാക്ടീസിന് പോകണം. ഫൈനൽ പ്രാക്ടീസാണ്. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു പ്രോഗ്രാമിനൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇൻട്രോയിൽ എന്താ പരിപാടി എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് അയൺ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിറ്റേന്ന് നമ്മൾ ഓണം സെലിബ്രേഷൻ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇസ്തിരിട്ട് അയൺ ചെയ്ത് വെക്കാൻ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒന്നാമത് പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ എത്തിയത് ഓൾമോസ്റ്റ് രാത്രിയാവുമെന്ന് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ പിറ്റേന്ന് ഞങ്ങൾക്ക് രാവിലെ നേരത്തെ പോകണം. അങ്ങനെ ഞാൻ അയൺ ചെയ്ത് വെച്ച്, ഇപ്പം ഞാൻ അയൺ ചെയ്യുന്ന ഈ സ്കൈ ബ്ലൂ ഷർട്ടാണ്. ഇത് ഏട്ടൻ്റെ ആണ് കേട്ടോ. അവരുടെ ഡ്രസ് കോഡായിരുന്നു ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട്. സ്കൈ ബ്ലൂ ഷർട്ടും മുണ്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് മുണ്ട് പിന്നെ പുതിയ മുണ്ടായതുകൊണ്ട് ഞാൻ ഇസ്തിരി ഇടേണ്ട ആവശ്യമില്ലല്ലോ, പുതിയതാണല്ലോ. പിന്നെ ഷർട്ടാണിത്. ഇതിപ്പോൾ ഞാൻ ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു ടോപ്പ്, അത് ഈവനിങ് ഞങ്ങൾക്കൊരു പ്രോഗ്രാമിന് പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതും ഒന്ന് അയൺ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ അയൺ ചെയ്ത് കഴിഞ്ഞ് ഞാൻ പിന്നെ റൂമിൽ വന്നതിന് ശേഷം പിന്നെ ഒരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഷോപ്പിൽ നിന്ന് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല ഫേസ് പാക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. മുഖത്ത് അത്യാവശ്യത്തിന് നല്ലോണം കുരുവും കാര്യങ്ങളും പാടുകളും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പരിപാടി ഉണ്ടാകുന്ന സമയത്താണല്ലോ ഈ പിമ്പിൾസൊക്കെ ഓവറായിട്ട് വരുന്നുണ്ടാവുക. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു നിവ്യയുടെ സോഫ്റ്റ് ക്രീമിൻ്റെ ഒരു പഴയ കഴിഞ്ഞതാണ് ആ ഒരു പാത്രം. അപ്പം ഞാൻ അതിൽ മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ പൗഡറിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്യാം. റോസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നാരങ്ങനീരോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തൈരോ പാലോ അങ്ങനെ എന്ത് വേണമെങ്കിലും അത് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയെടുത്താൽ മതി. അല്ലാതെ വേറെ കുഴപ്പം സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. നാച്ചുറലായിട്ടുള്ള ഒരിതാണ്. അതിലങ്ങനെ കെമിക്കൽ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാനിത് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലാക്കിയതാണ്. ഞാൻ ഇങ്ങനെയുള്ള ഫേസ് പാക്ക് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ഓവറായിട്ട് എൻ്റെ മുഖത്ത് ഓൾറെഡി പിമ്പിൾസ് ഉണ്ട്, ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെ എന്നുള്ളതൊന്നും തേക്കാറില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നാച്ചുറലായിട്ടുള്ളതല്ലേ, അപ്പോൾ യൂസ് ചെയ്ത് നോക്കാമെന്ന് വെച്ച് വാങ്ങിച്ചാണ്. പക്ഷേ നല്ലതാണ്, എന്താവും എന്നറിയില്ല. പക്ഷേ അങ്ങനെ വാങ്ങിയായിരുന്നു. പക്ഷേ യൂസ് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടി കേട്ടോ. അങ്ങനെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞത് കുറേ ദിവസത്തേക്ക് നിൽക്കുകയൊന്നുമില്ല. എനിക്ക് ഫീൽ ചെയ്ത ഒരു ദിവസം മാത്രമാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ പിറ്റേന്ന് വന്നോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകാനുണ്ടെങ്കിൽ ആ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ദിവസം നല്ലൊരു മുഖത്ത് നല്ല ഫ്രഷ് ഫീൽ ഉണ്ടാവും, കുറച്ചും കൂടി ഗ്ലോ ആയിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്ത ആ ഒരു ഗ്ലോ അങ്ങനെ നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല. നാച്ചുറൽ ആയതുകൊണ്ടായിരിക്കും ചിലപ്പം അങ്ങനെ ഓവർ ലാസ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവും ഈ ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രീൻ യെല്ലോ പോലത്തെ കളറായിട്ടോ വരുന്നത്. അപ്പോൾ ഇതൊരു 30 മിനിറ്റ്സ് മാത്രം വെച്ചാൽ മതി. അത് എന്നിട്ട് കഴുകി കളയണം കേട്ടോ. അല്ലെങ്കിൽ ഓവർ വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിന്നിന് കേടാണല്ലോ. 30 മിനിറ്റ്സിൽ കൂടുതൽ തന്നെ ഓവർ ഡ്രൈ ആയി പോകും. അപ്പോൾ അത്രയൊന്നും വേണ്ട, നമുക്കിത് കഴുകി കളയാം. അങ്ങനെ എൻ്റെ ഏകദേശം 30 മിനിറ്റ്സൊക്കെ കഴിഞ്ഞ് ഏകദേശം ഇങ്ങനെയൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്, ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴുകാം. ഞാൻ കഴുകി വന്നിട്ടുണ്ട് ഫേസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ എന്ന് എനിക്കും അറിയില്ല, ഇങ്ങനെ ക്യാമറയിലൂടെ എത്രത്തോളം മനസ്സിലാവുമെന്ന്. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞ് അത്യാവശ്യം കുറച്ച് നല്ല ഗ്ലോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ പിമ്പിൾസ് മാറുമോ എന്ന് ചോദിച്ചാൽ കുറേയൊക്കെ പാട് കവറാകും.
കുറച്ച് ഗ്ലോയൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണുള്ളത്. പിന്നെ ഓവർ ഇങ്ങനെ മുഖം തുടയ്ക്കുന്ന സമയത്ത് ഓവർ എന്താ പറയുക ടവൽ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി തുടയ്ക്കാനൊന്നും പാടില്ല. നമ്മൾ ജസ്റ്റ് ടാബ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. അതാണ് സ്കിന്നിന് നല്ലത്. പിന്നെ ഞാൻ കുളിക്കാൻ പോയിട്ടോ. കുളിച്ച് മാറ്റി റെഡിയായി എൻ്റെ മേക്കപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതായിരുന്നു കേട്ടോ. ഞാനൊരു ചുരിദാറായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, ഈ ഒരു കളറ്. അപ്പോൾ ഞാൻ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗെറ്റ് റെഡി വിത്ത് മീ പോലത്തെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പിന്നെ ഇതിൽ ഞാൻ റെഡി ആവുന്ന വീഡിയോ ആഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ സെപ്പറേറ്റ് ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യൂ ഗൈസ്. സെറ്റല്ലേ? അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ. ഞാൻ ഇന്ന് പോകുന്നത് പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു ഓണം സെലിബ്രേഷൻ ഉണ്ടല്ലോ, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തിരുവാതിരേൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ഫൈനൽ പ്രാക്ടീസാണ്. അപ്പോൾ നമുക്ക് പോവാട്ടോ. ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ പ്രാക്ടീസ് മാത്രമല്ല, പിറ്റേ ദിവസം ഞങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇതെന്ന് പറയുന്നത് കോഴിക്കോട് ദേവഗിരി കോളേജിൻ്റെ ഇൻഡോർ സ്റ്റേഡിയമാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ അകത്തും പുറത്തുമായിട്ടൊക്കെയായിരുന്നു ഞങ്ങളുടെ പരിപാടികൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് എന്താണ് പ്രാക്ടീസ് വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ സ്റ്റേജിൻ്റെ ഒരു ഇത് അറിയില്ലല്ലോ. നമ്മൾ പ്രാക്ടീസ് ചെയ്ത സ്ഥലം ഇതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ ഒന്ന് തലേ ദിവസം പോയി ഒന്ന് പ്രാക്ടീസ് ചെയ്യാമെന്ന്. ഒന്നാമത് ഞങ്ങൾക്ക് ഒരു 22 മെമ്പേഴ്സ് ഉണ്ട് ഈ ഒരു തിരുവാതിരയ്ക്ക് വേണ്ടിയിട്ട്. കുറച്ച് അത്യാവശ്യം നല്ല വലിയൊരു തിരുവാതിരയാണ്. അപ്പോൾ അതാണെങ്കിൽ വലിയ സ്റ്റേജുമാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു വലിപ്പത്തിനനുസരിച്ച് നിന്ന് കളിച്ച് നോക്കണമല്ലോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കളിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരിവിടെ സെറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പിറ്റേ ദിവസത്തേക്കുള്ള കുറേ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 4-5 പ്രാവശ്യം അവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്സൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് സെറ്റായി. എന്നിട്ടാണ് ഞങ്ങൾ പോയത്. ഇത് പ്രാക്ടീസിൻ്റെ ടൈമിൽ എടുത്തൊരു വീഡിയോ മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഞങ്ങൾ എന്താ പറയുക കളിച്ച തിരുവാതിരേൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് സെപ്പറേറ്റായിട്ട് ഞാൻ എന്തായാലും ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞാൻ നേരെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. പോകുന്ന വീഡിയോ ഒന്നും എടുക്കാത്തതിൻ്റെ കാരണം ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ അതൊക്കെ എടുത്ത് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേന് ഏകദേശം 6:45 ആയിട്ടുണ്ടായിരുന്നു. 5:30 വരെ എങ്ങാണ്ടോ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 3/4 മണിക്കൂറോളം ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്. അപ്പം അവിടെ എത്തിയപ്പോൾ നല്ല ജ്യൂസും പിന്നെ കപ്പയും മീൻകറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അമ്മ എനിക്ക് വാരി തരും കേട്ടോ. എനിക്ക് തീരെ ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല. തിരിച്ച് പോയിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടല്ലോ, അതിന് പോകണം. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല മഴയും കിട്ടി. ഇപ്പോഴൊക്കെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇറങ്ങിയ സമയത്ത് തന്നെ വീടെത്തുന്ന വരെ ഫുൾ മഴയായിരുന്നു. ഞാൻ കോട്ട് എടുത്തിട്ടുണ്ട്, പക്ഷേ വീട് ഏകദേശം എത്താനായപ്പോഴാണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ചീഞ്ഞാണ് വീട്ടിൽ പോയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. വീടെന്ന് പറയുന്നത് ഹസ്ബൻഡ് വീടാണ് കേട്ടോ. ഇവിടെ എത്തി. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് വേണം വേറൊരു പരിപാടിക്ക് പോകാനുണ്ട്. അപ്പോൾ അവിടെയും പോകണം. അപ്പോൾ ഇത് കഴിഞ്ഞും പാടി ഞാൻ വേഗം പോയിട്ട് റെഡി ആവാൻ പോവാണ്. അപ്പോൾ റെഡി ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ റെഡിയായിട്ട് വീഡിയോ എടുക്കാമെന്നൊക്കെ വലിയ കാര്യത്തിൽ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു സമയമായി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പരിപാടിക്കും പോകാനുള്ളതുകൊണ്ട് എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം വണ്ടി കയറിയിരുന്നു. ഞങ്ങൾ പോവാണ്, ഒരു പരിപാടിക്ക് പോകാണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ അവിടേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല തിരക്ക് പിടിച്ചാട്ടോ പോകുന്നത്. പോരാത്തതിൻ്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ഒന്നാമത് ഇങ്ങനെ ആവാൻ കാരണം 6:30 സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ്. ഞങ്ങൾ വീട്ടിലെത്തി റെഡിയായി ഇറങ്ങിയപ്പോഴേക്ക് 8 മണിയായിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡിലേ വന്നിട്ടുണ്ട്. പക്ഷെ പ്രോഗ്രാം അത്ര പെട്ടെന്ന് കഴിയൊന്നുമില്ല. എന്നാലും നമ്മൾ ആ സ്റ്റാർട്ടിങ് 6:30 സ്റ്റാർട്ട് ചെയ്ത പരിപാടിക്ക് എത്തുന്നത് ഈ ഒരു ടൈമാണല്ലോ. അപ്പോൾ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ, മലബാർ പാലസിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്കാട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഏട്ടൻ വന്ന് ഞങ്ങളങ്ങനെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ എന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടേ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറച്ച് എന്താ പറയുക, കുറേ ആൾക്കാർ സംസാരിക്കുന്ന പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ കണ്ടു. ഈ പാട്ടൊക്കെ നല്ല പാട്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കോപ്പിറൈറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ വോയിസ് ഒന്നും ഇടാത്തത്. നല്ല പാട്ടൊക്കെ ആയിരുന്നു.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ്. ഫുഡൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡിനുണ്ടായിരുന്നത് ഇതാ സൈഡായിട്ട് സാലഡും പിന്നെ ഒരു പൊട്ടറ്റോൻ്റെ ഒരു ഇതെന്താ പേര് ഓർമ്മയില്ല, അവിടെ എഴുതിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെയായിരുന്നു കേട്ടോ അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത്. പുട്ടുണ്ടായിരുന്നു, ചിക്കൻ കറി അല്ലെങ്കിൽ കടലക്കറി, പിന്നെ ചപ്പാത്തി, നാൻ ഉണ്ടായിരുന്നു തോന്നുന്നു, പിന്നെ എന്താ പറയുക ഗീ റൈസ്, പിന്നെ വെജിന് എന്തോ ഒരു കറി ഉണ്ടായിരുന്നു, അത്രയും ഉണ്ടായിരുന്നു. പിന്നെ നേരെ കഴിക്കാൻ വേണ്ടിയിരുന്നു. ഞാൻ ഇതൊക്കെയായിരുന്നു കേട്ടോ, ഞാൻ എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് എനിക്കിപ്പോൾ ഓർമ്മയില്ല. അതും കഴിഞ്ഞ് ഐസ്ക്രീമും പിന്നെ ഒരു പീസ് ഓഫ് കേക്കും ഞാൻ കഴിച്ചു. ഇത് നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ഒരു കേക്ക് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി നല്ല ഹാർഡായിട്ടുള്ളൊരു സാധനമായിരുന്നു. അതും കഴിച്ചു. അത് കഴിഞ്ഞ് DJ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 9:30 ഒക്കെ ആയപ്പോഴാണ് DJ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി നൈറ്റായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. 1 hour DJയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. കാരണം പിറ്റേ ഞങ്ങൾക്ക് വേറൊരു പരിപാടി ഉണ്ടല്ലോ, ഓണം സെലിബ്രേഷൻ. അപ്പോൾ അതിന് ഞങ്ങൾക്ക് നേരത്തെ പോകണം. പോരാത്തതിന് ഏട്ടൻ അതിലൊരു ഗെയിമിൽ പാർട്ടിസിപ്പൻ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉറക്കവും കാര്യങ്ങളൊക്കെ സെറ്റാവണം. അപ്പോൾ അതൊക്കെ ഞാൻ പിറ്റേന്നത്തെ വീഡിയോ ആയിട്ട് വേറൊരു വ്ളോഗായിട്ട് ഞാൻ വരാം കേട്ടോ, ആ വീഡിയോസൊക്കെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ആ DJ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ 1 hour ഏകദേശം കഴിഞ്ഞതിന് ശേഷം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. എൻ്റെ വണ്ടി എടുത്ത് ഞങ്ങൾ നേരെ വിട്ടു വീട്ടിലേക്ക് പോയി കേട്ടോ. ആർക്കൊക്കെ ഇഷ്ടമായി ഇങ്ങനെ നൈറ്റ് ഡ്രൈവ് പോകാൻ വേണ്ടിയിട്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പൊതുവേ നൈറ്റ് പോകുന്ന ഈ 2 വീലറിൽ, അതും മഴയൊക്കെ പെയ്യുന്ന ആ ഒരു ടൈമിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഈ സമയത്ത് മഴ തോർന്ന ഒരു ടൈമാണ്. ഭയങ്കര നല്ലൊരു ഫീലാണ്. പിന്നെ എനിക്ക് തോന്നുന്നു കാറിൽ, എനിക്കിഷ്ടം പൊതുവേ കാറിൽ പോകുന്നതിനേക്കാളും നല്ലത് 2 വീലറിൽ പോകുന്നത്. ഞാൻ കൂടുതലും ഞങ്ങൾ പോകാറുള്ളത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ പിന്നെ പോകുമ്പോൾ എന്നെ കാണിച്ചില്ലല്ലോ, അപ്പം ഞാൻ വിചാരിച്ചു വന്നിട്ട് എന്നെ കാണിക്കാമെന്ന്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഫേസൊക്കെ ഡള്ളായിട്ടുണ്ട്. ഒരു ഓർക്കക്ഷീണും കാര്യങ്ങളൊക്കെ 10:30 ആയിട്ടുണ്ടാവും വീട്ടിലെത്തിയ സമയത്ത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ സ്കിൻ കെയറും എല്ലാം കഴിഞ്ഞു. ഞാൻ കിടന്നു കേട്ടോ. അപ്പം ബോറടിപ്പിച്ചിട്ടില്ല എന്ന വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബായ്.